ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ കേരള പാഠാവലി ക്രിസ്മസ് എക്സാം 2024 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണുക. അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ മുന്നേ ആയിട്ട് എന്തൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പരിശ്രമം ചെയ്യുകിലെന്തിനേയും എന്ന ശീർഷകം പാഠഭാഗത്തിന് ഉചിതമാണോ വിശകലനം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? പരിശ്രമിക്കുകയും എന്തിനേയും വശത്തിലാക്കാൻ കഴിയുമെന്നാണ് കവി പറയുന്നത്. പരാജയത്തിൽ തളരാതെയുള്ള കലാമിൻ്റെ പരിശ്രമമാണ് അദ്ദേഹത്തിന് ആത്യന്തികമായ വിജയം നേടിക്കൊടുത്തത്. ആദ്യ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് പരിശ്രമിച്ചപ്പോൾ പരാജയത്തിൻ്റെ കാർമേഘങ്ങൾ നീക്കി വിജയത്തിൻ്റെ വെളിച്ചം ദർശിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതിൽ നിന്നും ഈ പാഠഭാഗത്തിലെ ശീർഷകം തികച്ചും അനുയോജ്യമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു, നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ ചോദ്യം, മഹാന്മാരെ കുറിച്ച് വായിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മഹാന്മാർ സമൂഹത്തിലെ നന്മ കൊയ്യുന്നവർ എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിൻ്റെ പാഠമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെളിച്ചത്തിൽ നമുക്ക് ഇതിന് ഉത്തരം എഴുതാവുന്നതാണ്. സാമൂഹ്യ നവോത്ഥാനം കൈവരിക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന മഹത് വ്യക്തികൾ ഓരോരോ കാലഘട്ടങ്ങളിലായി ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കേരളവും അത്തരം മഹാന്മാരാൽ അനുഗ്രഹീതമാണ്. അക്കൂട്ടത്തിൽ പ്രഥമ സ്മരണീയരായ വ്യക്തിത്വങ്ങളാണ് ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠസ്വാമികൾ, വക്കം മൗലവി തുടങ്ങിയവർ. കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താക്കളിൽ മുഖ്യനാണ് അയ്യങ്കാളി. പുലയ സമുദായങ്ങൾ ആയിരുന്നു അദ്ദേഹം. സംഘാടനവും ശക്തി പ്രകടനവും വഴി സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിച്ച് ശ്രദ്ധേയനായി. സാധുജന പരിപാലന യോഗം ആരംഭിച്ചതോടെ ദളിതരുടെ അതിക്ഷേത്ര നേതാവായി മാറി. ജാതിക്ക് അതീതമായി ചിന്തിക്കുക, വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹ്യ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുക എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ആശയങ്ങൾ. ചട്ടമ്പി സ്വാമികൾ കേരളത്തിൻ്റെ സാമൂഹിക നവോത്ഥാനത്തിൽ നിർണായക പങ്കുവഹിച്ച ആത്മീയചാര്യൻ ആണ്. ഹിന്ദുമതത്തിലെ ബ്രാഹ്മണത്വത്തിന് ചോദ്യം ചെയ്ത അദ്ദേഹം പൊതുരംഗത്ത് ശ്രദ്ധേയനായത്. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലെ സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര പോരാളിയും പത്രപ്രവർത്തകനും പ്രമുഖ പണ്ഡിതനുമായിരുന്നു വക്കം മൗലവി എന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി എന്ന പ്രതിവാദ പത്രം ആരംഭിച്ചത് അദ്ദേഹമാണ്. അറബി മലയാള ലിപി പരിഷ്കരണത്തിന് ഇസ്ലാം മാസിക വഴി അദ്ദേഹം വലിയ സേവനം നിർവഹിച്ചു. മുസ്ലിം ദീപിക എന്നീ മാസികകളും അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തി. തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ, ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം സ്വന്തം ജീവിതം കൊണ്ട് സമൂഹത്തിൽ വിപ്ലവകരമായ ചലനങ്ങൾക്ക് പ്രചോദനമേകിയ ഇത്തരം മഹാന്മാർ തന്നെയാണ് കേരളത്തെ നാം ഇന്ന് കാണുന്ന നിലയിൽ നവീകരിച്ചതും സമൂഹത്തിൻ്റെ നായകന്മാർ ആയതും. അപ്പോൾ എല്ലാവരും എന്തൊക്കെയാണോ ചെയ്തത് എന്നാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ എഴുതേണ്ടത്. ഓക്കെ, വേണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ്, അതും കൂടെ നല്ലതാണ്. ഇനി മൂന്നാമത്തത്, രത്നകിരീടം അണിഞ്ഞ രാജ്ഞിയാണ് മഴത്തുള്ളി. മഴത്തുള്ളിയെ കവി വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയെല്ലാമാണ് എന്ന് വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ്. പുൽത്തലപ്പിൽ തിളങ്ങുന്ന മഞ്ഞുതുള്ളിയെ രത്നകിരീടം അണിഞ്ഞ രാജ്ഞിയോടാണ് കവി താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. മഞ്ഞുതുള്ളിയുടെ സാമീപ്യം പൂക്കൾക്ക് ആനന്ദബാഷ്പവും പുഞ്ചിരിയും നൽകുന്നു. രാത്രിയിൽ വന്നു ചേരുന്ന മഞ്ഞുതുള്ളികൾ ഈശ്വരകാരുണ്യത്തിൻ്റെ നാമ്പുകളാണ്. അവയുടെ ലാവണ്യവും ശീതസ്പർശവും പരിശുദ്ധിയും ഹൃദയധാരിയാണ്. ആകാശത്തു നിന്ന് ഏതോ ദേവത ഭൂമിയിലേക്ക് വിതറിയ മനോഹരമായ മുത്തുകളായും ദേവശ്രീ ഭൂമിയെ അണിയിക്കാനായി ചേർത്തുണ്ടാക്കിയ മനോഹരമായ അലങ്കാരങ്ങളുമായാണ് കവി മഴത്തുള്ളിയെ ലാവണ്യം വർണ്ണിച്ചിരിക്കുന്നത്. ഇനി നാലാമത്തേത്, ഹാമിലിൻ പട്ടണത്തിലെ മുഴുവൻ എലികളെയും തുരത്തിയാണ് അദ്ദേഹം മടങ്ങിയത്. ആ നാട്ടിലെ കുട്ടികളെയും കൊണ്ടാണ് കഥാപാത്രത്തിൻ്റെ ജീവിത കാഴ്ചപ്പാടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എലിയുടെ ശല്യം മൂലം വലഞ്ഞ ഹാമിലിൻ പട്ടണത്തിലേക്ക് വിചിത്ര വേഷധാരിയായ കൊയിലൂത്തുകാരൻ എത്തുകയും എലികളെ മുഴുവൻ അവിടെ നിന്ന് തുരത്തുകയും ചെയ്തു. എലിയെ തുരത്തുന്നവർക്ക് 1000 പൊൻപണം ഹാമിലിൻ പട്ടണത്തിലെ മേയർ വാഗ്ദാനം ചെയ്തിരുന്നു. അതിൽ വിശ്വസിച്ചാണ് അയാൾ എലികളെ തുരത്താനെത്തിയത്. തൻ്റെ മാതൃക സംഗീതത്തിലൂടെ ആരെയും ആകർഷിക്കാനുള്ള കഴിവ് അയാൾക്കുണ്ടായിരുന്നു. ഏറ്റെടുത്ത ജോലി വളരെ ആത്മാർത്ഥമായി തന്നെ അയാൾ ചെയ്തു. പക്ഷേ വാഗ്ദാനം ചെയ്ത പണം നൽകാത്തതിനാൽ അയാൾ നാട്ടിലെ കുട്ടികളെയും കൊണ്ട് അപ്രത്യക്ഷനായി. യാതൊരു അക്ഷരവും എതിർത്തു പറയാനോ പട്ടണവാസികളോട് യാതൊന്നും സംസാരിക്കാനോ അയാൾ തയ്യാറായില്ല. പണം നൽകാത്തതിനാൽ അയാൾ ആ നാട്ടിലെ കുട്ടികളെയും കൊണ്ട് അപ്രത്യക്ഷനായിരുന്നു. അയാളുടെ ആ പ്രവൃത്തി ഒരിക്കലും ന്യായീകരിക്കാൻ ആവില്ല. കാരണം
അയാൾക്ക് പട്ടണവാസികളോട് പറയാമായിരുന്നു. ഒരുപക്ഷെ അവർ അതൊരു പരിഹാരം കണ്ടെത്തുമായിരുന്നു. ഇത്തരം സ്വഭാവമുള്ള നിരവധി വ്യക്തിത്വങ്ങൾ ഇന്നത്തെ സമൂഹത്തിലുണ്ട്. കാര്യം കഴിഞ്ഞപ്പോൾ വാക്കുപാലിക്കാത്ത നിരവധി വ്യക്തികൾ ഈ കാലഘട്ടത്തിലും ഉണ്ട്. ഇത്തരം പ്രവൃത്തികൾ വലിയ ആപത്തുകൾ സമൂഹത്തിന് വരുത്തിവെക്കും. തനിക്ക് ന്യായമായി ലഭിക്കേണ്ട എന്തെങ്കിലും കിട്ടാതെ വന്നാൽ ഇതിൻ്റെ പരിഹാരത്തിന് ശ്രമിക്കാതെ ഉടനടി പ്രവർത്തിച്ച് മറ്റുള്ളവരെയും കൂടി ദുഃഖത്തിൽ ആക്കുന്നവരാണ് ഇവർ. ഇത്തരക്കാരും സമൂഹത്തിന് ആപത്താണ്. ഇനി മറ്റൊരു ചോദ്യം, മൂഷികപ്പടയുടെ കടന്നുകയറ്റം നഗരവാസികളുടെ ജീവിതത്തെ എങ്ങനെയെല്ലാമാണ് ബാധിച്ചത്? കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ദിവസം ഹാമലിൻ പട്ടണം എലികളുടെ അധീനതയിലായി. എല്ലായിടത്തും മൂഷികപ്പടകൾ. ഓഫീസുകൾ, പള്ളികൾ, വീടുകൾ, കൃഷിസ്ഥലങ്ങൾ, ജാക്കറ്റ്, കുട്ടികളുടെ തൊട്ടിലുകൾ, അങ്ങനെ എല്ലായിടത്തും മൂഷികന്മാർ സ്ഥാനം പിടിച്ചു. അവർക്ക് ഒന്നിനെയും ഭയമുണ്ടായിരുന്നില്ല. ഭക്ഷണങ്ങൾ അവർ തട്ടിത്തെറിപ്പിക്കുന്നതും മറ്റും സ്ഥിരമായ അനുഭവങ്ങളായി. ഹാമലിൻ പട്ടണത്തിലെ ആളുകളുടെ സ്വസ്ഥ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിച്ചു. എലികളുടെ ബഹളവും ചിലമ്പും കാരണം ആളുകൾക്ക് സംസാരിക്കാൻ വയ്യ എന്നുവരെ ആയി. കുഞ്ഞുങ്ങളെ തൊട്ടിലാട്ടുമ്പോൾ തൊട്ടിനകത്ത് കയറി കിടക്കും. ഭക്ഷണത്തിനും കൃഷിയിലും സമാധാനത്തിലും ഉറക്കത്തിലും സംസാരങ്ങളിൽ പോലും സ്വസ്ഥതയില്ലാത്ത അവസ്ഥയായി മാറി. അടുത്ത ചോദ്യം, ചിത്രശലഭങ്ങൾ എന്ന നാടകത്തിലെ മുത്തശ്ശിയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ്. ജി ശങ്കരപ്പിള്ളയുടെ ചിത്രശലഭങ്ങൾ എന്ന നാടകത്തിലെ മുത്തശ്ശി അഥവാ വൃദ്ധ എന്ന കഥാപാത്രം പ്രകൃതിയുടെ പ്രതിരൂപമാണ്. ശരീരവും ഇടറിയ ശബ്ദവുമായി നല്ല വയസ്സ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ പോലെ അവരെ കാണാം. ഒരിക്കലും കിട്ടാത്ത ചിത്രശലഭത്തെ കാട്ടിൽ അകപ്പെട്ട മാലാഖമാർക്ക് നല്ല പാഠം കാണിച്ചു കൊടുക്കുകയാണ് മുത്തശ്ശി. മുത്തശ്ശിക്ക് മാലാഖമാരോടുള്ള സ്നേഹം, പ്രകൃതിക്ക് നമ്മളോടുള്ള സ്നേഹം എല്ലാം ചിത്രശലഭങ്ങൾ എന്ന നാടകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുത്തശ്ശി മാലാഖമാരെ സിംഹത്തിൻ്റെ മുന്നിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. പ്രകൃതിയെ നമ്മൾ എത്ര ദ്രോഹിച്ചാലും പ്രകൃതി നമ്മുടെ അമ്മയാണ്. പ്രകൃതി മക്കളെ സംരക്ഷിക്കുന്നത് പോലെ നമ്മെ എപ്പോഴും സംരക്ഷിക്കാൻ ശ്രമിക്കുമെന്ന് പാഠത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവും. പ്രകൃതിയായ മുത്തശ്ശി മാലാഖന്മാർക്ക് ഒരു വലിയ പാഠം തന്നെയാണ്. ചിത്രശലഭങ്ങൾ എന്ന നാടകത്തിൽ പറഞ്ഞു നടക്കുന്നത് അപകടങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് അമ്മ മക്കളെ സംരക്ഷിക്കുന്നത്, അതുപോലെയാണ് മുത്തശ്ശിയുടെ കഥാപാത്രം. ഓക്കെ, അപ്പോൾ മുത്തശ്ശി എന്ന് പറയുന്നത് പ്രകൃതിയോട് ഉപമിക്കുകയാണ്, അതുപോലെ തന്നെ അമ്മയോടും ഉപമിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക, നന്നായിട്ട് വായിക്കുക. അതുപോലെ എന്താണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അതിനനുസരിച്ച് ആൻസർ എഴുതാൻ ശ്രമിക്കുക. മാത്രമല്ല മലയാളമാണ്, അത്യാവശ്യം വൈഡായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.